ഹലോ. ഹലോ, എവിടെയായിരുന്നു? ഇന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നു, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. പിന്നെ എന്തായി കിണർ പണി എന്തായി? കിണർ പണി നിർത്തിവെച്ച്. അതെന്തേ? ഇനി കുഴിച്ചിട്ട് കാര്യമില്ലത്രേ. ആ പണിക്കാരൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു. നമ്മുടെ പറമ്പിലെ മൂന്നാമത്തെ കിണറാണല്ലോ ഇത്. ഇതിലും വെള്ളം കിട്ടില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള എല്ലാവരുടെ വീട്ടിലും കിണറ്റിലും വെള്ളമുണ്ട്. നമ്മുടെ പറമ്പിൽ മാത്രമില്ല. ഏതായാലും ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട് വിളിക്കാം. എന്താണ് മാഷേ, എന്താണ് ഒരു മൗനം? വെളിയിലേക്കൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഓരോ ടെൻഷനുകളേ. ഇരിക്കേ, പറയാം. ഇരിക്കേ. വീട്ടിലെ കിണറുകളായിരുന്നു ഇപ്പോൾ 2-3 സൈറ്റ് അപ്പോൾ നിർത്തി വെച്ച്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ്. വെള്ളം കിട്ടിയില്ല. വീടിന് ചുറ്റുവട്ടത്തുള്ള എല്ലായിടത്തും വെള്ളമുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ ഇപ്പോൾ 3 കിണർ കളച്ച്, 3ലും വെള്ളം കിട്ടിയില്ല. തൊട്ടടുത്ത വീടുകളിൽ എല്ലായിടത്തും നല്ലോണം വെള്ളമുണ്ട്. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. ചുറ്റുവട്ടത്ത് വെള്ളം കുറവാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ വീട്ടിൽ നല്ലോണം വെള്ളമുണ്ട്. നമ്മൾ വെള്ളം ഉപയോഗിക്കണം, അതിനെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. അപ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. വെറുതെ ടാപ്പ് തുറന്നിട്ട് പോകുന്ന കാഴ്ച ഈ അടുത്ത് നമ്മുടെ പബ്ലിക് ബാത്റൂമിൽ കണ്ടു. ആരാണെന്ന് അറിയില്ല. അവർക്കൊക്കെ വെള്ളത്തിൻ്റെ വില മനസ്സിലാവില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?